പ്രതിഭ നിറഞ്ഞ മനസ്സിന്റെ ചലനമാണ് സൃഷ്ടികളായി ആവിഷ്കാരങ്ങളായി മാറുന്നതെന്ന് പരിശുദ്ധ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ബസേലിയസ് കോളേജിന്റെ നാമഹേതുകനായ പരിശുദ്ധ ബസേലിയസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ 62ാമത് ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന പേട്രൺ സെയിന്റ്സ് ഡേ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു ബാവ. സമൂഹത്തിന്റെ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചയാളാണ് പരിശുദ്ധ ബസേലിയസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവയെന്ന് അദ്ദേഹം പറഞ്ഞു. സമർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിച്ച അധ്യാപകരും അനധ്യാപകരുമാണ് ബസേലിയസ് കോളേജിനെ ഇന്ന് സ്വയംഭരണ സ്ഥാപനമെന്ന നിലയിലേക്ക് ഉയർത്തിയതെന്നും ബാവ പറഞ്ഞു. പുതുതലമുറ പുസ്തകത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നതിനൊപ്പം അത് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രയോഗിക്കണം. സമൂഹത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സർഗസൃഷ്ടിയെ സൃഷ്ടിക്കായി വിനിയോഗിക്കണം. അപ്പോഴാണ് സാമൂഹികമായ സൃഷ്ടികൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും സ്നേഹത്തിനും വേണ്ടി എന്നും നിലകൊണ്ടതായ പരിശുദ്ധ ബാവാതിരുമേനി അത് സമൂഹത്തിനൊരു യാഥാർത്ഥ്യമാകണമെന്നുള്ളത് അതിനുവേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെക്കണമെന്ന് ആഗ്രഹിച്ച പിതാവാണ്. ചലച്ചിത്ര സംവിധായകൻ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രഥമ ബസേലിയസ് ശ്രേഷ്ഠ പുരസ്കാരം ഗായിക കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിക്ക് കാതോലിക്ക ബാവ സമ്മാനിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജു തോമസ്, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ പി ജ്യോതിമോൾ, ഡോക്ടർ അന്നമ്മ കുര്യൻ, ഡോക്ടർ പി ആരഭി, ജിൻഡു ജേക്കബ് ഫിലിപ്പ്, അമിത് മാത്യു തോമസ്, ഗായിക വൈക്കം വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ബസേലിയസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജു തോമസ്, പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു ജോൺസ്, ബസേലിയസ് കോളേജ് ബർസാർ ഡോക്ടർ ആനി ചെറിയാൻ, ബോട്ടണി വിഭാഗം അധ്യാപിക ഡോക്ടർ ഗീതാലക്ഷ്മി, ഓഫീസ് സൂപ്രണ്ട് സണ്ണി വർഗീസ്, കാത്തോലിക്കറ്റ് കോളേജ് ഓഫീസ് സീനിയർ സൂപ്രണ്ട് റെജി കുഞ്ചാക്കോ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.